ഹായ്, ഇന്ന് നമ്മൾ കൺസ്യൂമർ സർപ്ലസ് എന്ന പോർഷനാണ് നോക്കാൻ പോകുന്നത്. ഈ പോർഷനിൽ മെയിനായിട്ട് പറയുന്നത് കൺസ്യൂമർ സർപ്ലസ് എന്ന് വെച്ചാൽ എന്താണ്, അതേപോലെ ഈ കൺസ്യൂമർ സർപ്ലസ് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, ഇതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ, അതിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. ഇതിൽ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യുന്നില്ല, എല്ലാ പോർഷനും ഡീറ്റെയിൽ ആയിട്ടാണ് പോകുന്നത്. ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പോർഷനിലേക്ക് കിടക്കാം. കൺസ്യൂമർ സർപ്ലസ്. ഇതിൽ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ് വാസ് പ്രൊപ്പോണ്ടഡ് ബൈ. ഈ കൺസ്യൂമർ സർപ്ലസ് എന്ന അതിൻ്റെ കൺസെപ്റ്റ് ആരെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? ആൽഫ്രഡ് മാർഷൽ. ഇത് നോട്ട് ചെയ്ത് വെച്ചോ. കൺസ്യൂമർ സർപ്ലസ് എന്നതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അത് പ്രൊപ്പോൺ ചെയ്തത് ആൽഫ്രഡ് മാർഷലാണ്. അതേപോലെ ഈ കൺസ്യൂമർ സർപ്ലസിന് വേറെ എന്താ പറയുക? മെഷർ ഓഫ് വെൽഫെയർ. കൺസ്യൂമർ സർപ്ലസ് എന്ന് വെച്ചാൽ മെഷർ ഓഫ് വെൽഫെയർ ആണ്, അതും നോട്ട് ചെയ്ത് വെച്ചോ. ഇത് വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഇത് മെഷർ ഓഫ് വെൽഫെയർ എന്ന് വെച്ചാൽ അതെന്താന്ന് വെച്ചാൽ പീപ്പിൾ ഗെയിൻ ഫ്രം കൺസ്യൂമിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു ഗുഡ് സർവീസ് അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് കൺസ്യൂം ചെയ്യുന്നത് വഴി പീപ്പിളിന് കിട്ടുന്ന ഒരു ഗെയിനെയാണ് ഇവിടെ പറയുന്നത്. അതാണ് മെഷർ ഓഫ് വെൽഫെയർ. ഇത് ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് മാത്രമാണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ആൽഫ്രഡ് മാർഷൽ, ഈ പേര് നന്നായിട്ട് നോക്കി വെച്ചോ. അതേപോലെ മെഷർ ഓഫ് വെൽഫെയർ നോട്ട് ചെയ്ത് വെച്ചോ. ദിസ് കൺസെപ്റ്റ് ഓക്യുപ്പൈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്ലേസ്. ഈ കൺസെപ്റ്റ് മെയിൻ റോൾ എവിടെ പ്ലേ ചെയ്യുന്നത്? എക്കണോമിക് പോളിസി ഓഫ് ഗവൺമെൻറ്, ഡിസിഷൻ മേക്കിംഗ് ഓഫ് ബിസിനസ് ഫാം. എവിടെയൊക്കെയാണ്? എക്കണോമിക് പോളിസി, ഗവൺമെൻറ് എക്കണോമിക് പോളിസീസിലും അതേപോലെ ബിസിനസ് ഫാമിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലുമാണ് മെയിൻ റോൾ പ്ലേ ചെയ്യുന്നത്. ഓക്കെ ആണോ? അടുത്തെന്താ പറയുന്നത്? ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ യൂട്ടിലിറ്റി ഓഫ് ദ കമ്മോഡിറ്റി ടു എ കൺസ്യൂമർ. ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് നമുക്കറിയാലോ, നമ്മൾ ഡിമാൻഡിനെ കുറിച്ച് നോക്കിയതാണ്. ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? യൂട്ടിലിറ്റി. എന്താ യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി ഓഫ് ദാറ്റ് കമ്മോഡിറ്റി ടു എ കൺസ്യൂമർ. ഇഫ് എ കൺസ്യൂമർ ഗെറ്റ് മോർ യൂട്ടിലിറ്റി, സപ്പോസ് ഒരു കൺസ്യൂമറിന് ഒരു പ്രോഡക്റ്റിലിരുന്ന് കൂടുതലായിട്ട് യൂട്ടിലിറ്റി കിട്ടുന്നുണ്ട്, അങ്ങനെയാണെങ്കിലോ അയാൾ എന്ത് ചെയ്യും? കൂടുതലായിട്ട് പ്രൈസ് പേ ചെയ്യും, അതായത് ഹയർ പ്രൈസ്, വില്ലിംഗ് ടു പേ ഹയർ പ്രൈസ് ആൻഡ് വൈസ് വേഴ്സ. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ്, ഈ എക്സ് എന്ന പ്രോഡക്റ്റിന്, ഈ എക്സ് തന്നെ എടുക്കാം, ഈ എക്സ് എന്ന കമ്മോഡിറ്റിക്ക് കൂടുതൽ യൂട്ടിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ബയ്യേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് കൂടുതൽ പ്രൈസ് പേ ചെയ്യാൻ വില്ലിംഗ് ആയിരിക്കും. കാരണം എന്താ? എത്ര പ്രൈസ് പേ ചെയ്താലും കൺസ്യൂമേഴ്സിന് എന്തായിരിക്കും? സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി അവിടെ കൂടുതലായിരിക്കും. പ്രൈസിനേക്കാളും കൂടുതൽ യൂട്ടിലിറ്റി ഉണ്ടായിരിക്കും. സപ്പോസ് ഈ പ്രോഡക്റ്റിന്, എക്സ് എന്ന പ്രോഡക്റ്റിന് യൂട്ടിലിറ്റി കുറവാണ്. ഓക്കെ ആണോ? യൂട്ടിലിറ്റി കുറവാണെങ്കിൽ എന്ത് ചെയ്യും? വില്ലിങ്നെസ് ഉണ്ടായിരിക്കുമോ? പേ ചെയ്യാൻ വില്ലിംഗ് ഉണ്ടായിരിക്കുമോ? ഇല്ല. ഹയർ പ്രൈസിന് പകരം അവിടെ എന്തായിരിക്കും? ലോവർ പ്രൈസ് ആയിരിക്കും, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് അവിടെ പേ ചെയ്യാൻ തയ്യാറാവില്ല. അതാണ് അവിടെ പറയുന്നത്. അടുത്ത് പറയുന്നത് എന്താ? When a price is less than or equal to the willingness to pay, the potential of the consumer purchased good. ഇത് നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. ഒരു പ്രോഡക്റ്റിന് 100 റുപ്പീസ് ഉണ്ട്. നമ്മളിത് ഷോപ്പിൽ പോയപ്പോഴാണ് മനസ്സിലാവുന്നത് എക്സാക്ട്ലി ആ പ്രോഡക്റ്റിന് എന്തായിരിക്കും? 70 റുപ്പീസ് ആയിരിക്കും. ഇതിൽ ഈ സെൻറ്റൻസിൽ പറഞ്ഞേക്കുന്നത് നോക്കാം. വെൻ ദ പ്രൈസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ വില്ലിങ്നെസ് ടു പേ. ഈ വില്ലിങ്നെസ് ടു പേ എന്താ? ഈ എക്സ് എന്ന കമ്മോഡിറ്റിക്ക് നമ്മൾ വിചാരിക്കുന്നത് 100 റുപ്പീസ് ആണെന്ന് അസ്യൂം ചെയ്യുക. അതാണ് നമ്മൾ 100 എഴുതിയിരിക്കുന്നത്. എക്സ് എന്ന കമ്മോഡിറ്റിക്ക് നമ്മൾ 100 റുപ്പീസ് ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് ഷോപ്പിൽ പോകും. അതാണ് വില്ലിങ്നെസ് ടു പേ. നമുക്ക് 100 റുപ്പീസ് വില്ലിംഗ് ആണ് പേ ചെയ്യാൻ. പക്ഷേ ദ പൊട്ടൻഷ്യൽ ഓഫ് ദ കൺസ്യൂമർ പർച്ചേസ്ഡ് ഗുഡ്, അതായത് കടയിൽ പോയപ്പോഴാണ് മനസ്സിലാവുന്നത് ആ പ്രോഡക്റ്റിന് എന്താണ്? ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് 70 ഉള്ളൂ അവിടെ. ഓക്കെ അല്ലേ? അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് വെൻ ദ പ്രൈസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ വില്ലിങ്നെസ് ടു പേ, കൺസ്യൂമർ പർച്ചേസ് ദ ഗുഡ്. നമ്മൾ ഇത് ഒരു ലൈവ് സിറ്റുവേഷൻ തന്നെ എടുക്കാം. ഒരു പ്രോഡക്റ്റിന് 100 റുപ്പീസ് ആണ് നമ്മൾ കടയിൽ പോയി ചോദിച്ചപ്പോൾ അതിന് 70 റുപ്പീസ് ആണെങ്കിൽ നമ്മൾ മേടിക്കുമോ? മേടിക്കും. കാരണം എന്താ? 100-നേക്കാളും 70 കുറവാണ്. പിന്നെ നമ്മൾ കടയിൽ പോയിട്ട് നോക്കുമ്പോൾ ആ പ്രോഡക്റ്റിന് തിരിച്ചും 100 റുപ്പീസ് തന്നെയാണ്. 100 റുപ്പീസ് ആണെങ്കിൽ മേടിക്കുമോ? അതും മേടിക്കും. കാരണം എന്താ? നമ്മുടെ വില്ലിങ്നെസ് ടു പേ 100 ആയിരുന്നു, അത് 70 ആയപ്പോഴും മേടിക്കും, അത് 100 തന്നെയാണെങ്കിലും മേടിക്കും. അതാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പേ. സപ്പോസ് ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് 120 അല്ലെങ്കിൽ 150 ആണെങ്കിലോ മേടിക്കുമോ? ഈ സിറ്റുവേഷനിൽ നമ്മൾ മേടിക്കില്ല. കാരണം എന്താ? നമ്മൾ ആ പ്രോഡക്റ്റിന് 100 രൂപയെ കൊടുക്കാൻ തയ്യാറാവുള്ളൂ. പക്ഷേ ആ പ്രോഡക്റ്റിന് 100-നേക്കാളും കൂടുതൽ, 120 അല്ലെങ്കിൽ 150, 100-നേക്കാളും കൂടുതലാണെങ്കിൽ, എബോവ് 100 ആണെങ്കിൽ നമ്മളത് മേടിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രമാണ് ഇവിടെ പറയുന്നത്. അടുത്ത് നമ്മൾ കൺസ്യൂമർ സർപ്ലസ് എന്താ നോക്കാം. പാരഗ്രാഫിൽ ഫുള്ളായിട്ട് തന്നെ മെയിനായിട്ട് ഈ കൺസ്യൂമർ സർപ്ലസ് എന്താണെന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് വേർഡ്സിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡെഫിനിഷനിൽ പറയുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് ഒരു ഡെഫിനിഷൻ നോക്കാം. കൺസ്യൂമർ സർപ്ലസ്. Consumer surplus is defined as the difference between total amount of the consumer willing and able to pay for a good or service and total amount that they actually pay.
ഇതിലെന്താ പറയുന്നത്, അത് തന്നെയാണ് താഴെയും പറയുന്നത്. മാർഷൽ ഡിഫൈൻ ചെയ്തതിനെ കുറിച്ച്, എക്സസ് ഓഫ് ദ പ്രൈസ് വിച്ച് എ കൺസ്യൂമർ വുഡ് ബി വില്ലിംഗ് ടു പേ റാദർ ദാൻ ഗോ വിത്തൗട്ട് എ തിങ് ഓവർ ദാറ്റ് വിച്ച് ഹി ആക്ച്വലി ഡസ്. അതായത് നമ്മൾ ഫസ്റ്റ് നോക്കിയ സിറ്റുവേഷൻ എന്താ, 100 റുപ്പീസിൻ്റെ ഒരു പ്രോഡക്റ്റ് അത് 70 റുപ്പീസിന് കിട്ടുവാണെങ്കിൽ മേടിക്കും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ, 30 റുപ്പീസ്. ഈ ഡെഫിനിഷനിൽ എന്താ പറയുന്നത്, കൺസ്യൂമർ സർപ്ലസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, ഡിഫറൻസ് ആണ്, അപ്പം എന്തോ രണ്ടിത് നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ അല്ലേ, രണ്ടിതിനെ മൈനസ് ചെയ്യുന്നതാണ് കൺസ്യൂമർ സർപ്ലസ്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ എമൗണ്ട് കൺസ്യൂമർ വില്ലിംഗ് ആൻഡ് ഏബിൾ ടു പേ. എന്താ ഫസ്റ്റ് ഇതെന്താ, രണ്ടിത് നമ്മൾ മൈനസ് ചെയ്യണം. അതിൽ ഫസ്റ്റ് ആണ് ടോട്ടൽ എമൗണ്ട് കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു പേ. ഇത് ഇവിടെ വില്ലിംഗ് ടു പേ എന്താ, 100 റുപ്പീസ് നമ്മൾ വില്ലിംഗ് ആണ്. അതായത് ഒരു പ്രോഡക്റ്റിന് 100 രൂപയാണെങ്കിൽ നമ്മൾ 100 രൂപ കൊടുക്കാൻ വില്ലിംഗ് ആണ്, അതാണ് 100. അതാണ് വില്ലിംഗ് ടു പേ എന്ന് വെച്ചാൽ 100 റുപ്പീസാണ് ഈ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. വില്ലിംഗ് ആൻഡ് ഏബിൾ ടു പേ മൈനസ് എന്താ, ടോട്ടൽ എമൗണ്ട് ദാറ്റ് ദേ ആക്ച്വലി പേ. ടോട്ടൽ എമൗണ്ട് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ കടയിൽ പോയി ചോദിച്ചപ്പോൾ ആ പ്രോഡക്റ്റിന് എത്ര രൂപയായിരുന്നു, 70 രൂപയുള്ളൂ. 100 രൂപയാണ് നമ്മൾ വില്ലിംഗ് ടു പേ, പക്ഷേ അത് 70 രൂപയേ ഉള്ളൂ. 70 രൂപ ഉള്ളെങ്കിൽ ആ ഡിഫറൻസ് ആണ് കൺസ്യൂമർ സർപ്ലസ്. അതാണ് ഇവിടെ പറയുന്നത് 30 റുപ്പീസ്. Consumer is willing to pay 100 but actually pays ₹70. The difference between willingness to pay minus actual pays, അതാണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. ഇത് ഈസിയാണ്, ഇത്രയേ ഉള്ളൂ. കൺസ്യൂമർ സർപ്ലസിന് മെയിനായിട്ട് പറയുവാണെങ്കിൽ കൺസ്യൂമർ ഇസ് റെഡി ടു പേ മൈനസ് വാട്ട് ഹി ആക്ച്വലി പേസ്. ഇത്രയേ ഉള്ളൂ. കൺസ്യൂമർ സർപ്ലസ് എന്ന് വെച്ചാൽ നമ്മൾ വില്ലിങ്നെസ് ടു പേ നമ്മൾ എത്ര കൊടുക്കാൻ റെഡിയാണ്, പക്ഷേ നമ്മൾ എക്സാക്ട്ലി എത്രയാണ് കൊടുക്കുന്നത്, അതാണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. കൺസ്യൂമർ സർപ്ലസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഇത് നോട്ട് ചെയ്ത് വെച്ചോ. ഏത് ലോയിലിരുന്നാണ് കൺസ്യൂമർ സർപ്ലസ് ഡിറൈവ് ചെയ്തത്, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി പ്രീവിയസ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തതാണ്. അടുത്തെന്താ പറയുന്നത്, ഇൻ അതർ വേർഡ്സ് ആസ് വി പർച്ചേസ് മോർ ഓഫ് എ ഗുഡ്. ഒരു ഗുഡിനെ നമ്മൾ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെയായിരിക്കും, ഡിമിനിഷിങ് ആയിരിക്കും. ഇത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ പറഞ്ഞ കേസല്ലേ. അതേപോലെ വേറെ എന്താ പറയുന്നത്, ദ കൺസ്യൂമർ ഇസ് ഇൻ ഇക്വിലിബ്രിയം. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന ഒരു പോയിന്റിലാണെങ്കിൽ, ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് വെച്ചാൽ എന്താ, കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്നൊരു പോയിന്റ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി നമ്മൾ നോക്കിയതാണ്. അതേപോലെ പ്രൈസും എങ്ങനെയായിരിക്കും, മാർജിനൽ യൂട്ടിലിറ്റിയും അതിൻ്റെ തന്നെ പ്രൈസും ഈക്വൽ ആയിരിക്കും. ഇത് നോട്ട് ചെയ്ത് വെച്ചോ. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന പോയിന്റിലാണെങ്കിൽ ആ പോയിന്റിലുള്ള പ്രൈസും ആ പോയിന്റിലുള്ള മാർജിനൽ യൂട്ടിലിറ്റിയും ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ. ഇത് നമ്മൾ എക്സാമ്പിൾ വെച്ച് ക്ലിയർ ആയിട്ട് നോക്കാം. പ്രൈസ് 20 റുപ്പീസ് ആയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി 30 ആണ്. ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്, 10. അതാണ് സർപ്ലസ് ആയിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത്. നമുക്ക് 28 ആണെങ്കിലോ, അതായത് 20 റുപ്പീസ് പ്രൈസ് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ എല്ലാ പ്രൈസും കോൺസ്റ്റൻ്റ് ആണ്. പ്രൈസ് 20 റുപ്പീസിന് നമ്മൾ പ്രൈസ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ 28. അതിപ്പം നമുക്ക് കിട്ടുന്ന കൺസ്യൂമർ സർപ്ലസ് എത്രയാണ്, 8 ആണ്. അതിൻ്റെ ഡിഫറൻസ് ആണ് പറയുന്നത്. പക്ഷേ ഈ പോയിന്റ് നോക്കിയേ, 6 എന്ന ഈ യൂണിറ്റ് നോക്കിയേ, ഇവിടെ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് 20 ആണ്, പക്ഷേ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി എത്രയാണ്, 20 അല്ലേ. അവിടെ നമുക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, അവിടെ 0 അല്ലേ. അവിടെ നമുക്ക് കൺസ്യൂമർ സർപ്ലസ് ഉണ്ടോ, ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഈ പോയിന്റിൽ എല്ലാ യൂണിറ്റിലും നമുക്ക് അഡീഷണൽ കിട്ടും, പക്ഷേ ഒരു യൂണിറ്റിൽ കിട്ടില്ല. അതായത് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കിയതാണ് ഈ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് വെച്ചാൽ പ്രൈസും മാർജിനൽ യൂട്ടിലിറ്റിയും സെയിം ആയിരിക്കുന്ന പോയിന്റാണ് ഇക്വിലിബ്രിയം പോയിന്റ്. ആ പോയിന്റിൽ എന്താ, കൺസ്യൂമർ സർപ്ലസ് 0 ആയിരിക്കും. കാരണം എന്താ, പ്രൈസും മാർജിനൽ യൂട്ടിലിറ്റിയും അവിടെ സെയിം ആയിരിക്കും. ഈ കൺസെപ്റ്റ് മാത്രം നോട്ട് ചെയ്ത് വെച്ചു. ബാക്കി പോയിന്റിൽ എന്തുകൊണ്ടാണ് കൺസ്യൂമർ സർപ്ലസ് ഉള്ളത്, പ്രൈസിനേക്കാളും കൂടുതലാണ് മാർജിനൽ യൂട്ടിലിറ്റി. നമ്മളിവിടെ 20 റുപ്പീസ് നമ്മൾ കൊടുക്കുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എത്ര കിട്ടും, 30 കിട്ടും. അതുകൊണ്ട് നമുക്ക് കൺസ്യൂമർ സർപ്ലസ് എത്രയുണ്ട്, 10 ഉണ്ട്. അതേപോലെ നമുക്ക് താഴെ വരാം. പക്ഷേ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ, എന്ത് പോയിന്റാണ്, ഇക്വിലിബ്രിയം പോയിന്റ് എത്തുമ്പോൾ, ഇക്വിലിബ്രിയം പോയിന്റ് നമ്മളിവിടെ നോക്കിയതാണ്. ദ കൺസ്യൂമർ ഇസ് ഇൻ ഇക്വിലിബ്രിയം വെൻ ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ ഗുഡ് ഈസ് ഈക്വൽ ടു പ്രൈസ്. മാർജിനൽ യൂട്ടിലിറ്റിയും എന്താ, പ്രൈസും ഈക്വൽ ആയിരിക്കും. ആ പ്രൈസിൽ അല്ലെങ്കിൽ ആ പോയിന്റിൽ എന്തായിരിക്കും, കൺസ്യൂമർ സർപ്ലസ് ഇവിടെ 0 ആയിരിക്കും. അടുത്ത് നമ്മൾ നോക്കാം. ഇതിനെക്കുറിച്ച് തന്നെയാണ് താഴെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. കൺസ്യൂമർ എൻജോയ്സ് എ സർപ്ലസ് ഓൺ എവരി യൂണിറ്റ് അണ്ടിൽ ദ 6th പോയിന്റ്. ഏതാട്ടിൽ 6th പോയിന്റ്, 6th യൂണിറ്റ് വരെ കൺസ്യൂമറിന് എന്ത് ഇവിടെ സംഭവിക്കുന്നു, ഇവിടെ എല്ലാ സ്ഥലത്തും ഇവിടെ കൺസ്യൂമർ സർപ്ലസ് ഇവിടെ കിട്ടുന്നു. പക്ഷേ 6th പോയിന്റ് എന്താ, പ്രൈസും മാർജിനൽ യൂട്ടിലിറ്റി സെയിം ആണ്. അതുകൊണ്ട് കൺസ്യൂമർ സർപ്ലസ് അവിടെ ഇല്ല. അതാണ് പറയുന്നത്. വെൻ ഹി ബൈ 6 യൂണിറ്റ്,
ഹി ഈസ് ഇൻ ഇക്വിലിബ്രിയം ബിക്കോസ് അതായത് 6 യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം എന്ന പോയിന്റിലായിരിക്കും. അതിൻ്റെ കാരണമാണ് ഇവിടെ പറയുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു ദ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസും മാർജിനൽ യൂട്ടിലിറ്റിയും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഹി ഈസ് വില്ലിംഗ് ടു പേ എ സം ഈക്വൽ ടു ദ ആക്ച്വൽ മാർക്കറ്റ് പ്രൈസ്. എന്താ ഇവിടെ പറയുന്നത്? വില്ലിംഗ് ടു പേ ദ സം, അതായത് കൺസ്യൂമറിന് വില്ലിങ്നെസ് ഉണ്ട് പേ ദ സം വിച്ച് ഈസ് ഈക്വൽ ടു ദ മാർക്കറ്റ് പ്രൈസ്. ദെയർഫോർ ഹി എൻജോയ്സ് നോ സർപ്ലസ്. അതായത് നമ്മൾ ഫസ്റ്റ് 20 റുപ്പീസാണ് ഫുൾ കോൺസ്റ്റൻ്റ് ആയിട്ട് പറയുന്നത്. ഈ ഇക്വിലിബ്രിയം എന്ന പോയിന്റിൽ എത്തുമ്പോൾ കൺസ്യൂമറിന് വില്ലിംഗ് ഉണ്ട്. എന്താ? 20 റുപ്പീസ് പേ ചെയ്യാൻ വില്ലിങ്നെസ് ഉണ്ട്. അത് തന്നെയാണ് മാർജിനൽ യൂട്ടിലിറ്റിയും. അതാണ് പറയുന്നത്. കൺസ്യൂമറിന് 20 റുപ്പീസ്, നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് 20 റുപ്പീസിൻ്റെ ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നു, നമുക്ക് 20യുടെ തന്നെയാണ് ആ പ്രോഡക്റ്റിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നെങ്കിൽ അതിൻ്റെ കൺസ്യൂമർ സർപ്ലസ് നമുക്കുണ്ടോ? അവിടെ നമുക്ക് കൺസ്യൂമർ സർപ്ലസ് ഇല്ല. പിന്നെ എന്താ പറയുന്നത്? ദെയർഫോർ ഹി എൻജോയ്സ് നോ സർപ്ലസ്. The given price of ₹20 per unit, the total surplus മൊത്തം 30 ആണ്. അത് എന്താ ചെയ്തേക്കണേ? അത് മൊത്തം ആഡ് ചെയ്തേക്കുക. ഇവിടെ എന്താ ആഡ് ചെയ്തേക്കുന്നത്? കൺസ്യൂമർ സർപ്ലസ് 10, 8, 6, 4, 2. ഓക്കെ അല്ലേ? ഇത് മൊത്തത്തിൽ എത്രയാണ്? 38 ആഡ് ചെയ്തേക്കുക. അടുത്ത് പറഞ്ഞേക്കുന്ന ഒരു പോയിന്റ് ആണ്, കൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ ഡിമാൻഡ് കർവ് ഓഫ് എ പ്രോഡക്റ്റ്. കൺസ്യൂമർ സർപ്ലസിൻ്റെ കൺസെപ്റ്റ് ഡിമാൻഡ് കർവ്, ഡിമാൻഡിനോട് റിലേറ്റഡ് ആണ്. അത് ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിമാൻഡ് കർവ് എന്താ റിഫ്ലക്ട് ചെയ്യുന്നത്? ബയ്യേഴ്സ് വില്ലിങ്നെസ് ടു പേ. ബയ്യറിൻ്റെ വില്ലിങ്നെസ്, ഒരു പ്രൈസിൽ, ഒരു പർട്ടിക്കുലർ പ്രൈസിൽ എത്ര ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യും, അതല്ലേ ഡിമാൻഡ് കർവിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അതാണ് കൺസ്യൂമേഴ്സ് വില്ലിങ്നെസ് ടു പേ അല്ലെങ്കിൽ ബയ്യേഴ്സ് വില്ലിങ്നെസ് ടു പേ. വി ക്യാൻ ഓൾസോ യൂസ് ഇറ്റ് ടു മെഷർ കൺസ്യൂമർ സർപ്ലസ്. ആ ഡിമാൻഡ് കർവിനെ യൂസ് ചെയ്ത് നമുക്ക് കൺസ്യൂമർ സർപ്ലസ് മെഷർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വില്ലിങ്നെസ് ടു പേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അടുത്ത പേര് പറഞ്ഞേക്കുന്നത് ടോട്ടൽ കൺസ്യൂമർ സർപ്ലസ് ഇൻ എ മാർക്കറ്റ് വിച്ച് ഈസ് ദ സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ കൺസ്യൂമർ സർപ്ലസ്. ഇതെങ്ങനെയാണ്? നമുക്ക് മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റിലുള്ള മൊത്തത്തിലുള്ള ടോട്ടൽ കൺസ്യൂമർ സർപ്ലസ് എന്ന് വെച്ചാൽ എന്താ? ഓരോ ഇൻഡിവിജ്വൽ കൺസ്യൂമർ സർപ്ലസിൻ്റെയും സമ്മാണ്. അതായത് എ എന്നൊരു കൺസ്യൂമർ ഉണ്ട്, ബി എന്നൊരു കൺസ്യൂമർ ഉണ്ട്. എ എന്ന കൺസ്യൂമറിന് കിട്ടുന്ന കൺസ്യൂമർ സർപ്ലസ്, ഒരു പ്രോഡക്റ്റ്, ഇപ്പം ഒരാൾക്ക് ഒരു കൺസ്യൂമർ സർപ്ലസ് ഒരു പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. ബി വേറെ ഒരു ആൾക്ക് വേറെ ഒരു പ്രോഡക്റ്റിൽ നിന്ന് കൺസ്യൂമർ സർപ്ലസ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സമ്മാണ് എന്ത്? ടോട്ടൽ കൺസ്യൂമർ സർപ്ലസ് വിച്ച് ഈസ് ഇൻ എ മാർക്കറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? ഏരിയ ബിലോ ദ ഡിമാൻഡ് കർവ് ബട്ട് എബോ ദ പ്രൈസ്. ഇതിൽ നമ്മളിത് ഡയഗ്രാം വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടെ മനസ്സിലാക്കും. കൺസ്യൂമർ സർപ്ലസ് എന്ന പോയിന്റ് എവിടെയായിരിക്കണേ? ഡിമാൻഡ് കർവിൽ, മാർക്കറ്റ് ഡിമാൻഡ് കർവിൻ്റെ ബിലോ ആണ്, പക്ഷേ പ്രൈസിൻ്റെ മേളിലാണ്. ഡിമാൻഡ് കർവിൻ്റെ താഴെയും പ്രൈസിൻ്റെ മേളിലാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Qth unit does not yield any consumer surplus because here price paid is equal to the marginal utility of the qth unit. ഇതിൽ എന്താ പറയുന്നത്? ഇത് നമ്മൾ ഡയഗ്രാം വെച്ച് നോക്കാം. ഈ ഡയഗ്രാം നോക്കുക. ഇത് കർവ് ആണ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ, ഇത് ഇനിഷ്യൽ പ്രൈസ്. ഓക്കെ ആണോ? ഇതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത് qth unit does not yield any consumer surplus. ഈ പോയിന്റിലെ, ഇതാണ് Q എന്ന പോയിന്റ്. ഈ പോയിന്റിൽ കൺസ്യൂമറിന് എന്തെങ്കിലും കൺസ്യൂമർ സർപ്ലസ് കിട്ടുന്നുണ്ടോ? ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താ അവർ പറയുന്നത്? പ്രൈസ് ഈക്വൽ ടു മാർജിനൽ യൂട്ടിലിറ്റി. നമ്മളിത് ഫസ്റ്റ് ഒരു ടേബിൾ നോക്കിയതാണ്. ഈ ടേബിളിൽ ഈ 6th പോയിന്റ് നോട്ട് ചെയ്തിട്ടോ. ഈ 6th പോയിന്റ് എങ്ങനെയാണ്? പ്രൈസും മാർജിനൽ യൂട്ടിലിറ്റിയും സെയിം ആയതുകൊണ്ട് കൺസ്യൂമർ എന്തായിരിക്കും? സർപ്ലസ് 0 ആയിരിക്കും. ഇത് തന്നെയാണ് ഇവിടെ ഡയഗ്രാമാറ്റിക് ഫോമിൽ ഇവർ പറയുന്നത്. അതായത് ഈ പാരഗ്രാഫാണ് ഇപ്പോൾ പറയുന്നത്. ഇതിൽ പറഞ്ഞേക്കുന്നത് qth യൂണിറ്റിൽ എങ്ങനെയായിരിക്കും? പ്രൈസും അതിൻ്റെ യൂട്ടിലിറ്റി എങ്ങനെയായിരിക്കും? ഈക്വൽ ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ പി എന്ന പോയിന്റിൽ ഇവർ 10 റുപ്പീസാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും? Q എന്ന പോയിന്റിൽ എങ്ങനെയായിരിക്കും? 10 ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. qth യൂണിറ്റ് ഡസ് നോട്ട് yield any കൺസ്യൂമർ സർപ്ലസ്. കൺസ്യൂമർ സർപ്ലസ് ആ പോയിന്റ് ഉണ്ടായിരിക്കില്ല. കാരണം എന്താ? പ്രൈസും മാർജിനൽ യൂട്ടിലിറ്റിയും അവിടെ ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് അവിടെ എന്തായിരിക്കും? കൺസ്യൂമർ സർപ്ലസ് ഇല്ല. കൺസ്യൂമർ സർപ്ലസ് 0 ആണ്. പ്രൈസ് 20 ആണെങ്കിൽ അവിടെയുള്ള മാർജിനൽ യൂട്ടിലിറ്റി എന്തായിരിക്കും? 20 ആയിരിക്കും. പ്രൈസ് 10 ആണെങ്കിലോ യൂട്ടിലിറ്റി 10 ആയിരിക്കും. അങ്ങനെ ആയിരിക്കും. രണ്ട് ഈക്വൽ ആയതുകൊണ്ട് കൺസ്യൂമറിന് സർപ്ലസ് ഇല്ല. പക്ഷേ അതിന് മുമ്പുള്ള എല്ലാ പോയിന്റിലോ മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും, ഗ്രേറ്റർ ആയിരിക്കും, പ്രൈസിനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? അവിടെ കൺസ്യൂമർ സർപ്ലസ് ഉണ്ടായിരിക്കും. നമ്മൾ ഈ എക്സാമ്പിൾ ആ ടേബിൾ കൺസിഡർ ചെയ്യാവുന്നതും കൂടെ. ഇതിൽ മെയിനായിട്ട് പറയുന്നത് എന്താ? ഇതിൽ പറഞ്ഞേക്കുന്നത് ഇത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ്. പ്രൈസ് ഇത്രയും നോക്കുക. ഇവിടെ നോക്കുമ്പോൾ പ്രൈസിനേക്കാളും എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി കൂടുതലാണ്. പക്ഷേ ഈ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് പ്രൈസ്, ഈ 20 റുപ്പീസിലോ ഇവിടെ എങ്ങനെയായിരിക്കുന്നത്? ഈ 20 റുപ്പീസ് എന്ന പോയിന്റിൽ മാർജിനൽ യൂട്ടിലിറ്റിയും 20 ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും? കൺസ്യൂമർ സർപ്ലസ് 0 ആണ്.
ഈ ഡയഗ്രാം, ഈ ടേബിൾ തന്നെയാണ് നമുക്ക് ഡയഗ്രാമായിട്ട് ഇപ്പം ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് അവർ പറയുന്നത്. ഈ പോയിന്റിൽ കൺസ്യൂമർ സർപ്ലസ് ഇല്ലായിരിക്കും. കാരണം പ്രൈസും അവിടെയുള്ള മാർജിനൽ യൂട്ടിലിറ്റി സെയിം ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ എന്തായിരിക്കും, കൺസ്യൂമർ സർപ്ലസ് ഇല്ലായിരിക്കും. പക്ഷേ അതിന് മുമ്പുള്ള പോയിന്റ്സ് ഒക്കെ എങ്ങനെയായിരിക്കും, പ്രൈസിനേക്കാളും കൂടുതലായിരിക്കും മാർജിനൽ യൂട്ടിലിറ്റി. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അവിടെ കൺസ്യൂമർ സർപ്ലസ് കൂടുതലായിരിക്കും. ഓക്കെ ആണോ? അത് തന്നെയാണ് ഇതിൽ പറയുന്നത്. ഫോർ ഓൾ യൂണിറ്റ്സ് ബിഫോർ ദ qth യൂണിറ്റ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ പ്രൈസ്. മാർജിനൽ യൂട്ടിലിറ്റി ആണ് കൂടുതൽ. മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ദ പ്രൈസ്. ദസ് ദീസ് യൂണിറ്റ് ഫെച്ച് കൺസ്യൂമർ സർപ്ലസ് ടു ദ കൺസ്യൂമർ. അതുകൊണ്ട് അവിടെ കൺസ്യൂമർ സർപ്ലസ് ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബിലോ ദ മാർക്കറ്റ് ഡിമാൻഡ് കർവ് കൺസ്യൂമർ സർപ്ലസ് ഇൻ ദ മാർക്കറ്റ് ഈസ് ഈക്വൽ ടു ദ ഏരിയ ബിലോ ദ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ബട്ട് എബോ ദ പ്രൈസ്. ബിലോ ഡിമാൻഡ് കർവ് എബോ ദ പ്രൈസ്, അതിൻ്റെ മീനിങ് എന്താ? ഇത് ഡിമാൻഡ് കർവ്, ഡിമാൻഡ് കർവിൻ്റെ ബിലോ താഴെയല്ലേ കൺസ്യൂമർ സർപ്ലസ്. പക്ഷേ പ്രൈസിന് എന്തായിരിക്കും, എബോ ആയിരിക്കും. അതായത് ഇതിന് ബിലോയും പ്രൈസിന് എന്തായിരിക്കും, എബോ ആയിരിക്കും. അതായത് ഈ പോയിന്റിനെയാണ് എന്താന്ന് പറയുന്നത്, കൺസ്യൂമർ സർപ്ലസ് എന്ന പോയിന്റ്. ഇതിൽ ക്യൂ എന്ന പോയിന്റ് എന്തായിരിക്കും, കൺസ്യൂമർ സർപ്ലസ് 0 ആയിരിക്കും. അത്ര നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത് ജസ്റ്റ് ഒരു ഐഡിയക്ക് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നമുക്കൊരു കൺസെപ്റ്റ് കിട്ടുവാണെങ്കിൽ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഈ മൈക്രോ എക്കണോമിക്സിന് നമുക്ക് കൺസെപ്റ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ടല്ലോ, കൺസ്യൂമർ സർപ്ലസ് എന്താണെന്ന് നമുക്കറിയാം. കൺസ്യൂമർ സർപ്ലസിൽ ഈ ഡിമാൻഡ് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യണേ, ഡിമാൻഡ് ക്ലോസ്ലി റിലേറ്റഡ് ആണെന്നറിയാം. ഡിമാൻഡ് കർവിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പർട്ടിക്കുലർ പോയിന്റിൽ അവിടെ കൺസ്യൂമർ സർപ്ലസ് ഉണ്ടായിരിക്കില്ല. ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ ഡയഗ്രത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. നമ്മൾ കൺസ്യൂമേഴ്സ് വില്ലിങ് ചെയ്യുന്ന പ്രൈസ് ഏതാ, PROQ, ഈ ബോക്സ് അല്ലേ, ഇതാണ് കൺസ്യൂമറിൻ്റെ പ്രൈസ്. ഇതിന് എബോ ചെയ്യുന്ന, ഇത് മൊത്തത്തിൽ നമ്മൾ വില്ലിങ്നെസ് ടു പേ ഇത്രയും ദൂരം നമുക്ക് വില്ലിങ്നെസ് ടു പേ ഉണ്ട്, പക്ഷേ ആക്ച്വലി പേസ് ഇത്രയേ ഉള്ളൂ. എക്സ്ട്രാ വന്ന അഡീഷണൽ യൂണിറ്റ് ആണ് കൺസ്യൂമർ സർപ്ലസ്. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ താഴെ പറയുന്നത് കൺസ്യൂമർ സർപ്ലസ് ഈസ് ബയ്യേഴ്സ് നെറ്റ് ഗെയിൻ ഫ്രം പർച്ചേസിങ് ഗുഡ്. കൺസ്യൂമർ സർപ്ലസ് എന്ന് വെച്ചാൽ ബയ്യേഴ്സിൻ്റെ നെറ്റ് ഗെയിൻ ആണ്. ഒരു ഗുഡ് പർച്ചേസ് ചെയ്യുന്നത് വഴി കിട്ടുന്ന ഒരു ഗെയിൻ ആണ് കൺസ്യൂമർ സർപ്ലസ്. റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് എ ഗുഡ് റെഡ്യൂസ് ദ കൺസ്യൂമർ സർപ്ലസ്, ഫോൾ ഇൻ ദ പ്രൈസ് ഇൻക്രീസ് കൺസ്യൂമർ സർപ്ലസ്. ഒരു പ്രോഡക്റ്റ് 100 ആയിരുന്നു, അതിൻ്റെ പ്രൈസ് 150 ആയി. 150 ആകുമ്പോൾ അവിടെ കൺസ്യൂമർ സർപ്ലസ് ഉണ്ടോ? കൺസ്യൂമർ സർപ്ലസ് അവിടെ ഇല്ല, കുറയും. പക്ഷേ ആ പ്രോഡക്റ്റ് തന്നെ 100 റുപ്പീസ് ആയിരുന്നു, ആ പ്രോഡക്റ്റ് എന്തായി 50 റുപ്പീസ് ആയി. 50 റുപ്പീസ് ആകുമ്പോൾ എന്താവും, 50 റുപ്പീസ് കൺസ്യൂമർ സർപ്ലസ് അവിടെ ഗെയിൻ ചെയ്യുന്നില്ലേ? അതാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഹയർ ദ പ്രൈസ് റിസൾട്ട് ഇൻ സ്മോളർ കൺസ്യൂമർ സർപ്ലസ്. ഒന്നും കൂടെ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. ഹയർ ദ പ്രൈസ് കൂടുന്നതനുസരിച്ച് കൺസ്യൂമർ സർപ്ലസ് കുറവായിരിക്കും, പ്രൈസ് കുറയുന്നതനുസരിച്ചോ കൺസ്യൂമർ സർപ്ലസ് കൂടുതലായിരിക്കും. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ഒരു ഡയഗ്രം നോക്കിയതാണ്. ഫസ്റ്റ് നോക്കിയതിൽ കൺസ്യൂമർ സർപ്ലസ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു പ്രൈസ് തന്നിട്ടുണ്ട്. കൺസ്യൂമർ സർപ്ലസ് മേലുള്ള ട്രയാങ്കിൾ പോർഷനാണ് നമ്മൾ നോക്കി. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ, ചേഞ്ച് ഇൻ കൺസ്യൂമർ സർപ്ലസ്. കൺസ്യൂമർ സർപ്ലസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് എന്താ, ഇനിഷ്യൽ പ്രൈസ്. ഇതാണ് നമ്മുടെ ഇനിഷ്യൽ പ്രൈസ്. നമ്മൾ ഫസ്റ്റ് നോക്കിയ ഡയഗ്രാം വെച്ച് നോക്കുമ്പോൾ ഈ പോയിന്റ് ക്യൂ എങ്ങനെ ഇരിക്കും, ക്യൂവിൽ കൺസ്യൂമർ സർപ്ലസ് ഒന്നും ഉണ്ടായിരിക്കില്ല. കാരണം മാർജിനൽ യൂട്ടിലിറ്റിയും പ്രൈസും ഈക്വൽ ആണ്. ഓക്കെ അല്ലേ? പക്ഷേ പ്രൈസ് അവിടെ ചേഞ്ച് ചെയ്തു. പ്രൈസ് എന്തായി, അവിടെ P1 ഇവിടെ ചേഞ്ച് ചെയ്തു. P1 ചേഞ്ച് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ഫസ്റ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന കൺസ്യൂമർ സർപ്ലസ് ആണ് ഈ പോർഷൻ, ഈ ഫുൾ ഏരിയയാണ്, A എന്ന പോർഷനാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ രണ്ടാമത്തെ തവണ നമ്മൾ സെക്കൻഡ് ടൈം പ്രൈസ് ഡിക്രീസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, കൺസ്യൂമർ സർപ്ലസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ താഴെ ഒരു പോയിന്റ് ആയിട്ട് ഇവിടെ പറയുന്നത്. വെൻ ഫോൾ ഇൻ പ്രൈസ് ഫ്രം P to P1, പ്രൈസ് ഡിക്രീസ് ചെയ്തപ്പോൾ കൺസ്യൂമർ സർപ്ലസ് എന്ത് ചെയ്തു, APE to APF. കൺസ്യൂമർ സർപ്ലസിന്റെ പോയിന്റ് എന്താ, APE, കൺസ്യൂമർ APE. ഈ പോയിന്റ് ആണ് കൺസ്യൂമർ സർപ്ലസിന്റെ ഇനിഷ്യൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന പോയിന്റ് ആണ് APE. ഇപ്പോഴത്തെ പോയിന്റോ AP1F. AP1F എന്ന് വെച്ചാൽ ഏത് പോയിന്റാ, AP1F. ഈ മൊത്തത്തിലുള്ള പോയിന്റ് ആണ് കൺസ്യൂമർ സർപ്ലസിന്റെ ഇപ്പോഴത്തെ പോയിന്റ്. മനസ്സിലായോ? ഫസ്റ്റ് ഉണ്ടായിരുന്ന പോയിന്റ് ഈ ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ള ഏരിയ മാത്രമാണ്. പക്ഷെ ഇപ്പോഴത്തെ വന്ന പോയിന്റ് ഏതാ, ഇപ്പോഴത്തെ പോയിന്റ് ഈ ഫുൾ ഏരിയ ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ? കൺസ്യൂമർ സർപ്ലസ് ഇൻക്രീസ് ചെയ്യും. ഇത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ കൺസ്യൂമർ സർപ്ലസ് ഫസ്റ്റ് ഇനിഷ്യൽ പ്രൈസ് ആയിരിക്കുമ്പോൾ കൺസ്യൂമർ സർപ്ലസ് ഈ ഏരിയ ആണെങ്കിൽ, ഈ ഷെയ്ഡഡ് ഏരിയ ആണെങ്കിൽ പ്രൈസ് ഇവിടെ ഡിക്രീസ് ചെയ്തു.
പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവിടെ പ്രൈസ് ഇവിടെ ഡിക്രീസ് ചെയ്തു. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഏരിയ ഇൻക്രീസ് ചെയ്യും. കൺസ്യൂമർ സർപ്ലസ് എന്ത് ചെയ്യും? കൺസ്യൂമർ സർപ്ലസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 100 രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് 70 ആവുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് 30 റുപ്പീസാണ് കിട്ടിക്കൊണ്ടിരുന്നത് കൺസ്യൂമർ സർപ്ലസ്. പക്ഷേ വീണ്ടും ആ പ്രോഡക്റ്റ് എന്ത് ചെയ്തു? 60ലേക്ക് ഡിക്രീസ് ചെയ്തെങ്കിൽ എന്ത് ചെയ്യും? ഈ 30യുടെ കൂടെ അഡീഷണൽ 10 കൂടെ നമുക്ക് കിട്ടില്ലേ? 10 കൂടെ എന്ത് കിട്ടും? കൺസ്യൂമർ സർപ്ലസ് കിട്ടും. 100 രൂപ വില്ലിങ്നെസ് ടു പേ ആണ്. ഫസ്റ്റ് 70 റുപ്പീസ് ആയിരുന്നു. അപ്പം തന്നെ നമുക്ക് 30 കൺസ്യൂമർ സർപ്ലസ് കിട്ടുന്നുണ്ട്. പിന്നീടും അത് പ്രൈസ് ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും? പിന്നെയും ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ പിന്നെയും കൺസ്യൂമർ സർപ്ലസ് കിട്ടും. ഇതിൽ എക്സാക്ട് പറയുവാണെങ്കിൽ അഡീഷണൽ ആയിട്ട് സി എന്ന പോയിന്റാണ് അഡീഷണൽ ആയിട്ട് വന്ന കൺസ്യൂമർ സർപ്ലസ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ്, ഇത് മനസ്സിലേക്കാണെന്ന് വിചാരിക്കുന്നു. ഇത് ഒന്നും കൂടെ വായിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അടുത്ത ആപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ മെയിനായിട്ട് കൺസ്യൂമർ സർപ്ലസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന രീതിയിൽ അല്ലെങ്കിൽ കൺസ്യൂമർ സർപ്ലസിൻ്റെ മെറിറ്റ് എന്ന രീതിയിൽ കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇത് ജസ്റ്റ് നോക്കിയാൽ മതി. കൺസ്യൂമർ സർപ്ലസ് ഇസ് എ മെഷർ ഓഫ് വെൽഫെയർ. നമ്മൾ കൺസ്യൂമർ സർപ്ലസ് നോക്കിയതാണ്, മെഷർ ഓഫ് വെൽഫെയർ ആണ്. കാരണം അത് പീപ്പിളിന് ഗെയിൻ തരുന്നു. പിന്നെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ബിസിനസ് ഫാം. ബിസിനസ് ഫാമിന് എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്? ടു റിഫ്ലക്ട് ദ എമൗണ്ട് ഓഫ് കൺസ്യൂമർ സർപ്ലസ്. കൺസ്യൂമർ സർപ്ലസ് ബിസിനസ് ഫാംസ് എന്ത് ചെയ്യണം? റിഫ്ലക്ട് ചെയ്യണം. എന്തുകൊണ്ടാണ്? അത് സെയിൽ ചെയ്യുമ്പോൾ അവർക്ക് ലാർജർ സർപ്ലസിന് മേ ബി കാരണമാകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ കൺസ്യൂമർ സർപ്ലസ് ബിസിനസ് ഫാമിനെ ഹെൽപ്പ് ചെയ്യും സർപ്ലസ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ ആണോ? പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ഓഫ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് സർപ്ലസ്. കൺസ്യൂമർ സർപ്ലസിൻ്റെ എക്സ്റ്റെൻ്റ് ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്ന വഴി എങ്ങനെ ഇരിക്കും? ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതായത് ഫേംസിനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇവിടെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഒരു ഫാക്ടർ പറയുന്നുണ്ട്. അത് നമ്മൾ ചാപ്റ്റർ 4ലാണ് ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇവിടെ മെയിനായിട്ട് ബിസിനസ് ഫാമിന് എന്താ ഹെൽപ്പ് എന്ന് വെച്ചാൽ, ഒരു കൺസ്യൂമർ സർപ്ലസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. 100 രൂപ അയാൾക്ക് വില്ലിങ്നെസ് ടു പേ ആണെങ്കിൽ കൂടുതലായിട്ട് സർപ്ലസ് കിട്ടുവാണെങ്കിൽ അയാൾ കൂടുതലായിട്ട് ആ കൺസ്യൂമർ പർച്ചേസ് ചെയ്യും. അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എങ്ങനെ ഇരിക്കണം? കൺസ്യൂമർ സർപ്ലസ് ഉള്ള പോലെ ഫിക്സ് ചെയ്യുവാണെങ്കിൽ കൺസ്യൂമേഴ്സ് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യും. 100 രൂപയുടെ പ്രോഡക്റ്റ് 70 രൂപയ്ക്ക് കൊടുക്കുവാണെങ്കിൽ കൺസ്യൂമേഴ്സ് മേടിക്കുവാണെങ്കിൽ ആ പ്രോഡക്റ്റ് 100-നേക്കാളും കൂടാതെ അങ്ങനെ നോക്കാൻ ബിസിനസ് ഫേം ട്രൈ ചെയ്യും. അങ്ങനെ നോക്കുന്നത് കൊണ്ട് എന്താ? ബിസിനസ് ഫേംസിൻ്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ലാർജ് സ്കെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അതായത് കൺസ്യൂമർ സർപ്ലസ് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു? ഒരു പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ഇതാണ് പറഞ്ഞത്. ഇപ്പം പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കസ്റ്റമർ ഹു എൻജോയ് ഓൺലി എ സ്മോളർ എമൗണ്ട് ഓഫ് സർപ്ലസ് മേ നോ ലോങ്ങർ ബി വില്ലിംഗ് ടു ബൈ പ്രോഡക്റ്റ് അറ്റ് ഹയർ പ്രൈസ്. ഫോർ എക്സാമ്പിൾ 100 റുപ്പീസിൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ആ പ്രോഡക്റ്റിന് 90 റുപ്പീസാണ് അവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം എന്താ ചെയ്തത്? അവർ 100-ലിരുന്ന് 110-ലേക്ക് ഇൻക്രീസ് ചെയ്തപ്പോൾ അവിടെ കൺസ്യൂമർ സർപ്ലസ് ഉണ്ടോ? കിട്ടുന്നില്ല. അതുകൊണ്ട് കസ്റ്റമേഴ്സ് അവിടെ മേടിക്കില്ല. അതാണ് പറയുന്നത്. അല്ലെങ്കിൽ ഫ്യൂവർ സെയിൽസിന് മേ ബി കാരണമാകാൻ ചാൻസ് ഉണ്ട്. ഫേംസ് മേ മേക്കിംഗ് സച്ച് ഡിസിഷൻ ഷുഡ് എക്സ്പെക്ട് ടു മേക്ക് ഫ്യൂവർ സെയിൽസ് ഇഫ് ദർ വെയർ ഇൻക്രീസ് ദ പ്രൈസ്. പ്രൈസ് കൂട്ടുമ്പോൾ സെയിൽസ് കുറയും. അതാണ് പറയുന്നത്. ഇത് ജസ്റ്റ് പോയിന്റ് ആയിട്ട് മാത്രം നോക്കിയാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് നോക്കില്ല. അടുത്ത് പറയുന്ന പോയിന്റ് എന്താ? കൺസ്യൂമർ സർപ്ലസ് ആക്ട് ആസ് എ ഗൈഡ് ടു ഫിനാൻസ് മിനിസ്റ്റേഴ്സ്. ഫിനാൻസ് മിനിസ്റ്റേഴ്സിന് ഒരു ഗൈഡായിട്ട് ആക്ട് ചെയ്യുന്നു. അതേപോലെ എന്താ? ടാക്സ് ഇമ്പോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് കൺസ്യൂമർ സർപ്ലസ് ഉള്ള പ്രോഡക്റ്റിന് ടാക്സ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുവഴി എന്ത് ചെയ്യും? സിറ്റിസണിന് വെൽഫെയർ ഉണ്ടാകും. ഒരു പ്രോഡക്റ്റിന് കൺസ്യൂമർ സർപ്ലസ് കൂടുതലുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ആൽക്കഹോളിൻ്റെ കേസ് എടുക്കുമ്പോൾ അതിന് കൺസ്യൂമർ സർപ്ലസ് കൂടുതലുണ്ടെങ്കിൽ പോലും അതിന് ടാക്സ് ഇമ്പോസ് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും? അതിന് കൺസംഷൻ കുറയ്ക്കാൻ സിറ്റിസൺസ് എന്ത് ചെയ്യും? ട്രൈ ചെയ്യും. അത് വെൽഫെയർ ഓഫ് ദ സിറ്റിസണിന് കാരണമാകും. അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഗവൺമെൻറ്റിന് പ്രൈസ് വരുമ്പോൾ അത് പ്രോപ്പറായിട്ട് പബ്ലിക് ഗുഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി അവർക്ക് യൂസ് ആകും. അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് ലിമിറ്റേഷൻസ്. കൺസ്യൂമർ സർപ്ലസിന് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും അതേപോലെ ലിമിറ്റേഷൻസും ഉണ്ട്, അല്ലെങ്കിൽ ഡീമെറിറ്റ്സും ഉണ്ട്. കൺസ്യൂമർ സർപ്ലസ് എന്താ? മെഷർ ചെയ്യാൻ പറ്റുമോ? അക്യുറേറ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഡിഫിക്കൽട്ട് ടു മെഷർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ഇൻ കേസ് ഓഫ് നെസസറീസ് നമ്മൾ നോക്കിയതാണ്. നെസസറീസിൻ്റെ കേസിൽ എന്താ? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എയർലിയർ യൂണിറ്റ്സ്. ഏത് യൂണിറ്റ്സ്? എയർലിയർ യൂണിറ്റ്സ് ഇൻഫിനിറ്റ്ലി ലാർജ്. നോട്ട് ചെയ്ത് വെച്ചോ. അതായത് നെസസറീസിൻ്റെ കേസിൽ എയർലിയർ യൂണിറ്റ്സിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെയായിരിക്കും? ലാർജ് ആയിരിക്കും. അതേപോലെ കൺസ്യൂമർ സർപ്ലസ് എങ്ങനെയായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കും. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ ഇത് പോയിന്റ് ആയിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് നെസസറീസിൻ്റെ കേസിൽ എന്താ പറയണതെന്ന് വെച്ചാൽ, നമുക്കറിയാം നെസസറീസ് നമ്മുടെ ലൈഫിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്സ് ആണ് നെസസറീസ് എന്ന് പറയുന്നത്. അതിൻ്റെ കൺസംഷൻ അല്ലെങ്കിൽ അത് എയർലിയർ യൂണിറ്റ്സ് നമ്മൾ മേടിക്കുമ്പോൾ അത് ലാർജ് ആണ്. ഇൻഫിനിറ്റ് ലാർജ് എന്ന് വെച്ചാൽ എന്താ? അതായത് നമുക്ക് ഇനിഷ്യൽ യൂണിറ്റ്സ് മേടിക്കണം. ഫുഡ്, ഷെൽട്ടർ, എന്തായാലും ഫുഡൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുവാണെങ്കിൽ, ഫുഡ് പ്രോഡക്റ്റ്സ് കൺസ്യൂം ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഒരു ബേസിക് ലെവലായിട്ടുള്ള നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പ്രൈസ്
എന്തായിരിക്കും, നമ്മുടെ പ്രൈസ് ലാർജ് ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് ഇൻഫിനിറ്റ് ലാർജ് ആയിരിക്കും ബേസിക് ലെവലിൽ. അതുകൊണ്ട് തന്നെ അവിടെ കൺസ്യൂമർ സർപ്ലസ് എന്തായിരിക്കും, ഇൻഫിനിറ്റ് ആയിരിക്കും. അത്രയാണ് ഇവിടെ പറയുന്നത്, വേറെ ഡീറ്റെയിൽ ആയിട്ടില്ല. ജസ്റ്റ് നെസസറീസിൻ്റെ കേസിൽ എന്താ, മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെയായിരിക്കും, എയർലിയർ യൂണിറ്റ്സിൽ ഇൻഫിനിറ്റ് ലാർജ് ആയിരിക്കും. അത്ര ഓർത്താൽ മതി. ഓക്കെ അല്ലേ? അടുത്ത് പറയുന്ന പോയിന്റ് എന്താ, കൺസ്യൂമർ സർപ്ലസ് ഇസ് ഡിറൈവ്ഡ് ഫ്രം എ കമ്മോഡിറ്റി അഫക്റ്റഡ് ബൈ ദ അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഈ സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ അവൈലബിലിറ്റി എങ്ങനെ കൺസ്യൂമർ സർപ്ലസിനെ അഫക്റ്റ് ചെയ്യുന്നത്? നമ്മൾ എടുക്കാം ടീ, കോഫി എന്ന രണ്ട് എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ എടുക്കാം, ടീ, കോഫി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലേ, ടീ, കോഫി എടുക്കാം. അതിൻ്റെ ടീയുടെ പ്രൈസ് എന്തെങ്കിലും ചെറിയ ചേഞ്ച് ഉണ്ടായാൽ അതെങ്ങനെയായിരിക്കും, കോഫിയുടെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കോഫിയുടെ ഡിമാൻഡ് കൂടാനായിട്ട് അത് കാരണമാകും. അതുപോലെ തന്നെ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകുന്ന കേസിൽ കൺസ്യൂമർ സർപ്ലസ് എങ്ങനെയായിരിക്കും, ഒരു എന്തെങ്കിലും ചെറിയ ചേഞ്ച് ഉണ്ടായാൽ കൺസ്യൂമർ സർപ്ലസ് ആ വില്ലിങ്നെസ് തന്നെ അവിടെ ഉണ്ടായിരിക്കില്ല. ടീയിൽ പ്രൈസ് ചെറിയ ചേഞ്ച് ഉണ്ടായാൽ എന്തായിരിക്കും, കോഫിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ടും കൺസ്യൂമർ സർപ്ലസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ടും കൺസ്യൂമർ സർപ്ലസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ദർ ഈസ് നോ സിമ്പിൾ റൂൾ ഫോർ ഡിറൈവിംഗ് യൂട്ടിലിറ്റി ഓഫ് സ്കെയിൽ ഓഫ് ആർട്ടിക്കിൾസ്. ഇതിലെന്താ പറയുന്നത്, ഈ ഡയമണ്ട് പോലെയുള്ള ഹയസ്റ്റ് അല്ലെങ്കിൽ പ്രസ്റ്റീജ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, ഹൈ വാല്യൂ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സിന് എങ്ങനെയായിരിക്കും കൺസ്യൂമർ സർപ്ലസ് നോക്കില്ല. കാരണം നമുക്ക് ഇത്രയാണ് ഡിമാൻഡ്, ഒരു പർട്ടിക്കുലർ ലെവൽ 100 rupees ആണ്, അതിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ മേടിക്കില്ല, അങ്ങനെയില്ലല്ലോ. ഹൈ പ്രൈസ്ഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ എക്സ്പെൻസീവ് പ്രോഡക്ട്സിന് അങ്ങനെയില്ല. കൺസ്യൂമർ സർപ്ലസ് കനോട്ട് ബി മെഷർഡ് ഇൻ ടേംസ് ഓഫ് മണി. ഇത് നമ്മൾ ഫസ്റ്റ് നോക്കിയാണ്, ഇത് മണി ടേംസിലും മോണിറ്ററി ടേംസിലും മെഷർ ചെയ്യാൻ പറ്റില്ല. ദ കൺസെപ്റ്റ് ക്യാൻ ബി അക്സെപ്റ്റഡ് ഓൺലി. എപ്പോഴാണ് ഈ കൺസെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത്, ഓൺലി കൺസ്യൂമർ സർപ്ലസ് മെഷർഡ് ഇൻ ടേംസ് ഓഫ് മണി. ഇത് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കാരണം ഇത് യൂട്ടിലിറ്റി ടേംസ് നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ടേംസിൽ പറയുവാണെങ്കിൽ നമുക്കിത് പ്രോപ്പറായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ ലിമിറ്റേഷൻസിൻ്റെ ഇതിൽ പറയുന്നത്. നമ്മളിതിൽ മെയിനായിട്ട് നോക്കാനുള്ളത് ആ ഡെഫിനിഷൻ, അതേപോലെ ആ ഡയഗ്രാം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ അതുപോലെ ഇക്വിലിബ്രിയം എങ്ങനെയാണ് വന്നത്, ആ പ്രൈസും മാർജിനൽ യൂട്ടിലിറ്റി ഈക്വൽ ആകുന്ന പോയിന്റ്, ഇങ്ങനത്തുള്ള ടേംസ് ഒക്കെ നമുക്കൊരു മെയിനായിട്ട് ഓർത്തിരുന്നാൽ മതി. അതേപോലെ മെമ്മറൈസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അണ്ടർസ്റ്റാൻഡിംഗ് വെച്ച് നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ അല്ലേ? എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്നും കൂടെ കമൻറ്റ് ചെയ്യുക.